റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കാലടി സംസ്കൃത സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് SFI പോര് മുറുകുന്നു. ഹോസ്റ്റലിൽ പ്രവേശിക്കാൻ സമയക്രമം ഏർപ്പെടുത്തി ഇടത് സിൻഡിക്കേറ്റ് തീരുമാനം അടിച്ചേൽപ്പിക്കാമെന്ന് വിചാരിക്കേണ്ടെന്ന് സംസ്ഥാന പ്രസിഡന്റ് M. ശിവപ്രസാദ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. അതേസമയം സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ നടപ്പാക്കാൻ സർവകലാശാല പോലീസ് സഹായം ആവശ്യപ്പെട്ടു. സർവകലാശാലയുടെയും ഹോസ്റ്റലുകളുടെയും കവാടങ്ങൾ അടയ്ക്കാൻ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കത്ത് നൽകി. കത്തിന്റെ പകർപ്പ് റിപ്പോർട്ടറിന്. നമുക്ക് പ്രതികരണം ഒന്ന് കേൾക്കാം. സർവകലാശാലയിൽ ഒരു പരിഷ്കാരം നടപ്പിലാക്കുമ്പോൾ വിദ്യാർത്ഥികളാണല്ലോ സർവകലാശാലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ആ വിദ്യാർത്ഥികളുമായൊരു പ്രാരംഭ ചർച്ച അവിടുത്തെ അധികാരികൾ നടത്തേണ്ടിയിരുന്നു. നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു ചർച്ച ഇത്തരം പരിഷ്കാരങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ വിദ്യാർത്ഥികളോട് നടത്തിയിരുന്നില്ല. റിസർച്ച് മേഖല എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായി ഒരു സ്വതന്ത്ര വിദ്യാഭ്യാസ ഘട്ടമാണ്. സ്വതന്ത്ര വിദ്യാഭ്യാസ ഘട്ടത്തെ അങ്ങനെ ഭരണകൂടത്തിൻ്റെതായ ഏതെങ്കിലും നിയന്ത്രണത്തിൽ ഉൾപ്പെടുത്തി നമുക്ക് കെട്ടിപ്പൂട്ടി വെക്കാൻ കഴിയുന്നതല്ല. സിൻഡിക്കേറ്റ് ഉപസമിതി എന്ന് പറഞ്ഞാൽ CPMൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ KS അരുൺകുമാർ തലവനായ ഒരു സമിതിയാണ്. ആരുമായിക്കോട്ടെ, ആര് കസേരയിൽ ഇരിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം, നിലപാടാണ് പ്രശ്നം. അവിടെ വിദ്യാർത്ഥി വിരുദ്ധമായൊരു നിലപാട് അവർ സ്വീകരിച്ചതിനകത്തുണ്ടായി. ആ ഉണ്ടായ നിലപാടിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അതിൽ രാഷ്ട്രീയം നോക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. അവിടെ വിദ്യാർത്ഥി വിരുദ്ധമായ നിലപാട് ഉണ്ടായിട്ടുണ്ട്. ആ വിദ്യാർത്ഥി വിരുദ്ധമായ നിലപാട് പൊതുവിൽ വിദ്യാർത്ഥികൾക്കാകെ അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അങ്ങനെ വിദ്യാർത്ഥികൾക്കാകെ അംഗീകരിക്കാൻ കഴിയാത്ത നിലപാട് നമുക്ക് അവരെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി കഴിയില്ല. റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, ഇപ്പോൾ കേരള സർവകലാശാലയിൽ രജിസ്ട്രാറും VCയും സിൻഡിക്കേറ്റും തമ്മിലാണെങ്കിൽ ഇവിടെ സിൻഡിക്കേറ്റും SFIയും തമ്മിലാണ് ഒരു തർക്കമുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അത് സർവകലാശാലയുടെ നല്ലതിനു വേണ്ടി എന്നതാണ് സിൻഡിക്കേറ്റ് എടുത്തിരിക്കുന്ന തീരുമാനം. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥി വിരുദ്ധതയുണ്ടെന്നാണോ SFI പറയുന്നത്? SFI പറയുന്നത് ആ തീരുമാനത്തിൽ അടിമുടി വിദ്യാർത്ഥി വിരുദ്ധമായ കാര്യങ്ങളാണ് ഉള്ളത് എന്നതാണ്. നേരത്തെ ഹോസ്റ്റലിൽ കയറണം എന്നതൊക്കെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു നിലപാടാണ് എന്നതാണ് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് M. ശിവപ്രസാദ് ഇന്നലെ റിപ്പോർട്ടറിനോട് വ്യക്തമാക്കിയത്. ശിവപ്രസാദ് പറയുന്ന കാര്യം, സാധാരണഗതിയിൽ ഈ തരത്തിലുള്ള ചില പരിഷ്കരണങ്ങളൊക്കെ വരികയാണെങ്കിൽ ആദ്യം സംസാരിക്കേണ്ടത് അവിടുത്തെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളോടാണ്. അങ്ങനെ ഒരു സംസാരം ഇടത് സിൻഡിക്കേറ്റിന്റെ ഉപസമിതിയുടെ ഭാഗമായി ഉണ്ടായില്ല. ഇടത് സിൻഡിക്കേറ്റിന്റെ ഉപസമിതി എന്ന് പറയുമ്പോൾ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ KS അരുൺകുമാറാണ് അതിന്റെ ചെയർമാനായിട്ട് ഉള്ളത്, അതിന്റെ തലപ്പത്തുള്ളത്. ആ സിൻഡിക്കേറ്റ് ഉപസമിതി എടുത്ത തീരുമാനമാണ് എന്നതുകൊണ്ട് അത് അംഗീകരിക്കാൻ SFI തയ്യാറാകില്ല. ആര് കസേരയിൽ ഇരിക്കുന്നു എന്നതല്ല SFI നോക്കുന്നത്, അവിടുത്തെ നിലപാടാണ്, അവിടുത്തെ പ്രശ്നമാണ്. ഈ പ്രശ്നം പരിഹരിക്കുന്നത് വരെ SFI സമരരംഗത്തുണ്ടാകും എന്ന കാര്യമാണ് സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം ഈ പരിഷ്കാരം നടപ്പിലാക്കാനുള്ള സഹായം തേടി കാലടി SHOയെ സർവകലാശാല സമീപിച്ചിട്ടുണ്ട്. നിലവിൽ ചില പരിഷ്കാരങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവിടെ SFI സമരം നടത്തുന്നുണ്ട്. അതുകൊണ്ട് 11 മണിക്ക് ഗേറ്റ് അടയ്ക്കാനുള്ള നടപടിക്രമങ്ങളും സിൻഡിക്കേറ്റ് എടുത്ത പരിഷ്കാരങ്ങളും നടപ്പിലാക്കാൻ പോലീസ് സഹായം തേടിയിരിക്കുന്നു സർവകലാശാല. സ്വാഭാവികമായും SFI ഒരു തരത്തിലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ അവിടെ പ്രശ്നങ്ങൾ മുന്നോട്ട് പോകാനാണ് സാധ്യത. അരുൺ, ഓക്കെ, അതിൽ എന്തായാലും സത്യാവസ്ഥ പുറത്തു വരട്ടെ. സിൻഡിക്കേറ്റ് ആളുകൾ പറയുന്നത് അവിടെ കോളേജിൽ സർവകലാശാലയിൽ ചിലത് നമ്മൾ സർവകലാശാലയ്ക്ക് ഗുണകരമല്ലാത്ത ചില പ്രവർത്തനങ്ങൾ അവിടെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചതെന്നാണ്. നിയന്ത്രണങ്ങൾ ആവശ്യമാണ്, എന്നാൽ അതേസമയം വിദ്യാർത്ഥികളുടെ താല്പര്യങ്ങൾ കൂടി അവിടെ പ്രതിഫലിക്കണമെന്നുള്ളതാണ്. അതിൻ്റെ മെറിറ്റിൽ ആ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ പര്യാപ്ത യോഗ്യതയുള്ളവർ തന്നെയാണ് സിൻഡിക്കേറ്റിലാണെങ്കിലും ഒപ്പം തന്നെ ആ ഭരണസമിതിയിലുമൊക്കെ ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തർക്കം വഷളാവാതെ എത്രയും പെട്ടെന്ന് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയട്ടെ.